നമസ്തേ നമസ്തേ. അപ്പം ഞാൻ കുറച്ച് മുമ്പേ കൊതുകിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതായത് കൊതുക് നമ്മുടെ നാട്ടിലുമുണ്ട്, ഇവിടെയുമുണ്ട്, സ്വിറ്റ്സർലൻഡിലുമുണ്ട്. എന്നെ കൊതുക് കടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനൊരു 35 വർഷം ഇവിടെ താമസിച്ചതിൽ എനിക്കൊരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം കൊതുക് കടിച്ചിട്ടുണ്ടാവും. ഇത്രയും പതിറ്റാണ്ടുകൾ താമസിച്ചിട്ട്. മനസ്സിലായോ? പക്ഷേ ഞാൻ നാട്ടിൽ ഉള്ള സമയത്ത് കൊതുക് കടി എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 55 വയസ്സ് കഴിഞ്ഞ് 56ാമത്തെ വയസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 20 വയസ്സ് വരെ നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ അന്നേരം എൻ്റെ കുട്ടിക്കാലം പറയണമെങ്കിൽ ഒരു 9 വയസ്സ് 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ സ്ത്രീകൾ അവർ രാത്രി ഒരു 7 മണി 7:30 മണി സമയത്തൊക്കെ മുറ്റത്തിറങ്ങിയിരുന്ന് അവർ സ്ത്രീകൾ ഇങ്ങനെ സൊറ പറയും. അങ്ങനെയാണ് അതിനെ പറയണത്, സൊറ പറയും എന്ന് പറഞ്ഞാൽ. ഈ വാക്ക് ഏത് ഭാഷയിൽ നിന്നുണ്ടായതാണെന്ന് എനിക്കറിയത്തില്ല, ചില പറമ്പിയായിരിക്കാം, വാട്ടെവർ. അപ്പോൾ അന്നേരം കൊതുകടി ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അതായത് രാത്രി 8 മണി 9 മണി അന്നേരം കൊതുകടി ഉണ്ടായിരുന്നില്ല. അന്നേരം ഫാൻ പോലും ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക്. ഇത് 70കളിലെ കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്. 70കളുടെ അവസാനത്തെ കാര്യമാണ് പറയുക. 8 വയസ്സ് 9 വയസ്സൊക്കെ ഉള്ള സമയത്തെ കാര്യമാണ് ഞാൻ പറയണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കൊതുക് വരുന്നത് ഒരു 80കളുടെ ഒരു പകുതിയൊക്കെ ആകണ സമയത്താണ്. അതായത് എൻ്റെ ഒരു ടീനേജ് സമയത്താണ് കൊതുക് വരുന്നത്. പിന്നെ 90s ആയപ്പോഴേക്കും കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൊതുക് ശല്യമായി. കൊതുക് പെരുകാൻ തുടങ്ങി. പിന്നെ ആൾക്കാർക്ക് കൊതുക് തിരി വേണം, ആമത്തിരി, മറ്റേത് ഗുഡ് നൈറ്റ്, മറിച്ചത്, അങ്ങനെ കുറേ ആളുകൾ കോടീശ്വരന്മാരായി. കൊതുകിനാ കാരണം ഏത്. പക്ഷേ മനുഷ്യർ ഇതൊക്കെ ഈ പുകയൊക്കെ ശ്വസിച്ച് അത് ഒരുപാട് രോഗങ്ങൾക്കൊക്കെ കാരണമാവും. അത് ഒന്നാമത് ജനലും വാതിലും ഒക്കെ കൊട്ടിയടക്കും കൊതുകിനെ പേടിച്ചിട്ട്. എന്തൊരു ജീവിതം എന്നറിയോ, എന്തൊരു ദുരിതം എന്നറിയോ. എന്നിട്ട് കറണ്ട് പോകും, അപ്പം കറണ്ട് പോകും. അതിപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴും ഞാൻ നാട്ടിൽ കൂട്ടുകാരെയൊക്കെ വിളിക്കുമ്പോൾ എന്താ കറണ്ട് പോയി. ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, കറണ്ട് പോയി എന്ന് പറയണം. ഇത്രയും വർഷമായിട്ടും 40 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും. ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. മനസ്സിലായോ? എന്താ പറയുക, കറണ്ട് ഇല്ലാണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റുമോ? പണ്ടായിരുന്നു ജീവിക്കാമായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 70കളിലൊക്കെ ഫാനുള്ള വീട് പോലും വളരെ കുറവായിരുന്നു. അവിടെ ഞങ്ങളുടെ അവിടെയൊക്കെ ഫോർട്ട് കൊച്ചി ആ ഭാഗത്തൊക്കെ എല്ലാം ഓലപ്പുരയായിരുന്നു. ഓടിട്ട വീടുമുണ്ട്, ഓലപ്പുര. മനസ്സിലായോ? അത് നല്ല കൂളിങ്ങാണ്. ഓലയെന്ന് വെച്ചാൽ നല്ല കൂളിങ്ങാണ്. ഇപ്പം എല്ലാം അതൊക്കെ മാറ്റി എല്ലാം കോൺക്രീറ്റ് വീടാക്കി. ഇപ്പോൾ ഓലപ്പുര എന്നൊക്കെ പറഞ്ഞാൽ അവൻ പാവപ്പെട്ടവൻ, ഒരു ഗതി പരഗതി ഇല്ലാത്തവനാണെന്നേ പറയുള്ളൂ. മനസ്സിലായോ? പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വീടെന്ന് വെച്ചാൽ ഓലപ്പുരയാണ്. മനസ്സിലായോ? ഇതേ ഓലപ്പുരേനെ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് കഴിഞ്ഞാൽ പണി നടക്കില്ല, ചത്തുപോവുക, തണുത്ത് വിറച്ച് ചത്തുപോകും. ഇവിടെ ഇതേപോലെ കോൺക്രീറ്റ് ഹൗസാണ് ഇവിടെ വേണ്ടത്. പക്ഷേ വെള്ളക്കാരെ പോലെ ആവണമല്ലോ നമ്മൾ. മനസ്സിലായി? വെള്ളക്കാരൻ പണക്കാരനല്ലേ. അപ്പോൾ വെള്ളക്കാരനെ പോലെ ആയാലേ നമ്മളും പണക്കാരാവുള്ളൂ. മനസ്സിലാവുന്നത്? അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റ് വീടാക്കി എല്ലാം പൊളിച്ചു കളഞ്ഞ് എല്ലാം. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, അത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. പണ്ടെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ലേ, 70കളിൽ ടോയ്ലറ്റ്, വീടിൻ്റെ അകത്ത് ടോയ്ലറ്റ് വെക്കില്ല. വീടെന്ന് പറഞ്ഞാൽ ക്ഷേത്രം പോലെയാണ്. മനസ്സിലായോ? ടെമ്പിളാണ് വീടെന്ന് പറഞ്ഞാൽ. ആ വീടിൻ്റെ അകത്ത് എങ്ങനെ ടോയ്ലറ്റ് വെക്കും? ടെമ്പിളിൻ്റെ അകത്ത് ആരെങ്കിലും ടോയ്ലറ്റ് വെക്കുമോ? വെക്കത്തില്ലല്ലോ. അപ്പോൾ ടോയ്ലറ്റ് എപ്പോഴും വീടിൽ നിന്ന് കുറേ മാറിയിട്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. നടന്നു പോകണം. ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കണം, ഒരു 10-80 മീറ്ററോളം നടക്കണം. 80 അല്ല, ഒരു 70 മീറ്റർ നടന്നാലേ ടോയ്ലറ്റ് എത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് ടോയ്ലറ്റിൽ പോണത്. മനസ്സിലായി? എന്നിട്ട് ആൾക്കാർ വന്നിട്ട്, അത് എത്ര ഹൈജീനിക്കൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വീടിൻ്റെ അകത്ത് ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? വീട് ശുദ്ധമായിരുന്നു.
അത് മാറി. എങ്ങനെ മാറി? വെള്ളക്കാർ മാറ്റി. വെള്ളക്കാർ ഇവിടെ വീടിൻ്റെ അകത്ത് ടോയ്ലറ്റ് വെക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഒരു അയൽവക്കത്തുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഇപ്പോഴില്ല കേട്ടോ, അദ്ദേഹം മരിച്ചിട്ട് തന്നെ കുറേ കാലമായി. അപ്പോൾ അദ്ദേഹം അടിച്ച് ഫിറ്റായിട്ട് രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിയാലോ, ഒരു ഷോ ഉണ്ട്. ഫിറ്റായിട്ട് ഭാര്യയെടുത്ത് ചൂടാക്കലും തല്ലലും പിടിക്കലും. അപ്പോൾ നാട്ടുകാരൊക്കെ അയൽവക്കത്തുകാർ പോയിട്ട് ആ വീടിൻ്റെ അവിടെ പോയിട്ട് മുറ്റത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും ഇയാളുടെ ഈ കഥകളി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല മനുഷ്യനാണ് അദ്ദേഹം, നല്ല മനുഷ്യനാണ്. പക്ഷേ ഇതാണ് പ്രശ്നം, മദ്യപാനമാണ് പ്രശ്നം. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഭാര്യനോട് പറയും. അപ്പോൾ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അയൽവക്കാരെല്ലാവരും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറയും, എടീ ഞാൻ ചുറ്റിനും മുറിയും നടുക്ക് കക്കൂസുള്ള വീട് വെക്കൂടി എന്ന് പറയും. മനസ്സിലായോ? എന്ന് വെച്ചാൽ കക്കൂസ് വീടിൻ്റെ അകത്താക്കണം. മനസ്സിലായോ? അത്രേ ഉള്ള സംഭവം. അപ്പോൾ നമ്മൾ വെള്ളക്കാരെ പോലെയല്ലോ. മനസ്സിലായോ? എന്താ പറയുക പോയി. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ രീതികളും വെള്ളക്കാരുടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ്. ആ ചൂടത്ത് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ജീൻസ് ഇട്ടുകൊണ്ട് നടക്കും ചൂടത്ത്, പോരി വെയിലത്ത്. ഈ ജീൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇവിടുത്തെ തണുപ്പ് ഇവിടെ മൈനസാണ്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. -3-4 ഡിഗ്രിയാണെന്നാണ് ഇപ്പോൾ പുറത്ത് തണുപ്പ്. ചൂടെന്നല്ല പറയാൻ പറ്റുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ചൂടെന്നാണ് സാധാരണ പറയണത്. പക്ഷേ ഇവിടെ ചൂടല്ല, അതിന് മൈനസാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല കട്ടിയുള്ള തുണി വെച്ച് ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നമ്മൾ തണുത്ത് വിറച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ജീൻസൊക്കെ ഇടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ മണ്ടന്മാർ ഈ വെള്ളക്കാരൻ ജീൻസ് ഇടുന്നതുകൊണ്ട് നമ്മളും ജീൻസ് ഇടും. മനസ്സിലായോ? പൊരി വെയിലത്ത് ഞാൻ പണ്ടൊരിക്കലേ എന്താ പറയുക, ഈ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. തമിഴ്നാട് കോയമ്പത്തൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അതായത് ഒരുപാട് നമ്മുടെ കോട്ടൺ ഒരുപാട് ഡ്രസ്സുകളൊക്കെ, അതിൻ്റെ ഒരു വലിയൊരു ഇൻഡസ്ട്രി അവിടെ ഉണ്ട്. അവിടെ നിന്ന് തിരുപ്പൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരുപാട് യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ വെള്ളക്കാരൻ നാട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് അയക്കാനുള്ള ഡ്രസ്സുകൾ അവിടെ നമ്മുടെ നാട്ടുകാർ പെണ്ണുങ്ങളിരുന്ന് തയ്ച്ച് അത് വൃത്തിയും വെടിപ്പിനും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇങ്ങോട്ട് അയച്ചു തരും. മനസ്സിലായോ? വളരെ ചീപ്പ് റേറ്റിന്, ഇവിടുത്തെ കാശ് വ്യത്യാസം ഉണ്ടല്ലോ, വളരെ ചീപ്പ് റേറ്റിന് ഇവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അതിൻ്റെ ഉടമസ്ഥന്മാരുണ്ടല്ലോ, അപ്പോൾ തിരുപ്പൂർ ഞാൻ അന്നേരം നോക്കുമ്പോൾ ഏത് സമയത്താണത്, ഇത് ഐ തിങ്ക് ഇതൊരു 95-96 സമയത്താണ്. അപ്പോൾ എനിക്കൊരു 25-26 വയസ്സ് ആ സമയത്താണ്. അന്നേരം ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ പൊരി വെയിലത്ത് സൂട്ട് ഇട്ട് തുടങ്ങും. നല്ല വെയിൽ 37-38-40 ഡിഗ്രി ചൂടുണ്ടാകും. സൂട്ടിന് തുടങ്ങും. സൂട്ട് ഇവിടെ ഇടും ആൾക്കാർ. അതും ഓക്കെയാണ് കൊടുത്തത്. ഇവിടെയൊക്കെ നോക്കൂ, വസ്ത്രം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് വസ്ത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം നാണം മറയ്ക്കുക എന്നുള്ളതാണ്. നാണം മറയ്ക്കാനാണ് വസ്ത്രം. രണ്ടാമത്തെ കാര്യം കാലാവസ്ഥയിൽ കംഫർട്ട്. മനസ്സിലായോ? അപ്പോൾ നാണം മറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാരണം. അതല്ലെങ്കിൽ കാലാവസ്ഥ മാത്രമാണെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ തുണി ഇടേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോഴും നമ്മൾ തുണി ഇടണം. നഗ്നത നമ്മൾ മറയ്ക്കുക തന്നെ വേണം. പ്രൈവറ്റ് പാർട്സെങ്കിലും നമ്മൾ മറക്കണ്ടേ? അപ്പോൾ അതിന് തുണി ആവശ്യമാണ്. അപ്പോൾ തുണി ഇടണത് ശരിക്കും പറഞ്ഞാൽ നാണം മറയ്ക്കാനാണ്. അത് കഴിഞ്ഞാൽ കംഫർട്ടാണ് നോക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പം നമ്മുടെ നാട്ടിൽ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ഇട്ടുകൊണ്ട് പോകും. കറുത്ത തുണി പൊരി വെയിലത്തിട്ടുണ്ട് കിടക്കണത്. അത് സ്ത്രീ പീഡനമാണത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനമാണത് നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെതിരെ സംസാരിക്കണമല്ലോ. നമ്മൾ മനുഷ്യാവകാശ ലംഘനം എവിടെ കണ്ടാലും, ഏത് മതത്തിൽ കണ്ടാലും നമ്മൾ അതിനെതിരെ
നമ്മൾ എന്താ പറയുക, തമിഴിൽ പറഞ്ഞാൽ കുരൽ കൊടുക്കണം, അതിനു വേണ്ടി ശബ്ദം ഉയർത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ കാര്യമുള്ളൂ. അതായത് ഈ കൊതുകിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ നാട്ടിലും കൊതുകുണ്ട്, ഇവിടെയും കൊതുകുണ്ട്. പക്ഷേ ഇവിടെ വളരെ കുറച്ച് കൊതുകുള്ളൂ, വളരെ കുറച്ചുള്ളൂ. നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ ഒരു 0.0001% ഉണ്ടാവുള്ളൂ ഇവിടെ കൊതുക്. പക്ഷേ നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് കൊതുകാണ്, മനുഷ്യരെക്കാളും കൂടുതൽ കൊതുകാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, എല്ലാ ദിവസവും കൊതുക് കടിക്കും. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, 7 മണി 8 മണിക്കൊക്കെ പുറത്തിരുന്ന് സംസാരിക്കും, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, കൊതുകൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ ഒരു വിസിറ്റിന് പോയി കഴിഞ്ഞാൽ, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 5 മണി 6 മണിയാകുമ്പോൾ തന്നെ കൊതുക് കടി തുടങ്ങും. രാവിലെയും കൂടി കടിക്കും കൊതുക്, പകലും കടിക്കും, ഫുൾ ടൈം കൊതുക് കടിയാണ് ഇപ്പോൾ നാട്ടിൽ. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെയാണ് കൊതുകിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മനുഷ്യരുടെയും കാര്യം. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വേശ്യ സ്വഭാവമുള്ള സ്ത്രീകളുണ്ട്, സ്വഭാവമുള്ള സ്ത്രീകളുണ്ട്, ഇവിടെയും ഉണ്ട്, വെള്ളക്കാരുടെ ഇടയിലുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളാണല്ലോ കൂടുതലും, അവിടെയും വേശ്യ സ്വഭാവമുള്ള സ്ത്രീകളുണ്ട്, ഭയങ്കര ദുഷ്ടരായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇപ്പോൾ കൂടത്തായി ജോളി, അവൾ സ്ത്രീയല്ലേ, എന്തൊരു ദുഷ്ട സ്ത്രീയാണ് അവർ. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ്, ആരാണ്ടിൻ്റെയും കൂടെയൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടല്ലേ അവളത് ചെയ്തത് അല്ലേ? അപ്പോൾ അവൾ വേശ്യയെക്കാളും നികൃഷ്ടയായ ഒരു സ്ത്രീയാണ് അവൾ, ഈ കൂടത്തായി ജോളി എന്ന് പറഞ്ഞവർ. അത് നമ്മുടെ നാട്ടുകാരിയല്ലേ അല്ലേ? ആണ്. പക്ഷേ അവിടെ അത് വളരെ കുറച്ചുള്ളൂ. ഞാൻ ഇവിടെ കൊതുകിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ അത് വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ആണുങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണിക്ക് പോകാണ്ട് ഭാര്യനെ കൊണ്ട് പണിയെടുപ്പിച്ച് തിന്നണ ഊളകളുണ്ട്. മനസ്സിലായോ? പക്ഷേ അവന്മാർക്ക് അവർ സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റൻസ് ഇല്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. സൊസൈറ്റി അവർക്ക് സ്വീകാര്യതയില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് ഓക്കെ നോർമായി മാറിക്കഴിഞ്ഞു ഇവിടെ. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളോട് ചോദിക്കണേ എന്താ നിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ യാതൊരു ഉളുപ്പില്ലാണ്ട് അവൻ പറയും ഞാനൊരു ഹൗസ് മാനാണെന്ന് പറയും, ജർമ്മൻ ഭാഷയിൽ. എന്ന് വെച്ചാൽ ഹൗസ് മാൻ എന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടമ്മ എന്ന് പറയൂലേ, ഇപ്പോൾ നമ്മൾ പറയൂലേ ഒരു സ്ത്രീനോട് ചോദിച്ചു എന്താ ജോലി എന്ന് ചോദിച്ചാൽ അവർ ഞാൻ വീട്ടമ്മയാണെന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താ ജോലിയെന്ന്. മക്കളെ നോക്കുക, കുക്ക് ചെയ്യുക, വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, അതാണ് വീട്ടമ്മ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭാര്യനെ പണിക്ക് വിട്ടിട്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടപ്പൻ, അതാണ് ഈ ഹൗസ് മാൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെണ്ണം കൂടിക്കൊണ്ടിരിക്കണേ, വളരെ കൂടിക്കൊണ്ടിരിക്കണേ. ഇവിടെ ഇപ്പം നോക്കൂ, ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റാറാണല്ലോ, ഏറ്റവും വലിയ സ്റ്റാറാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചായിരുന്നു, എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നവളായിരിക്കണം, അയാൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ജോലിക്ക് പോകുന്നവളായിരിക്കണം. എന്ത് ഇത്രയും കോടിക്കണക്കിന്, ഇപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അയാൾക്ക് ശമ്പളം കിട്ടും, ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അയാൾക്ക് വരുമാനം ഉണ്ടാവും, അത്രയ്ക്ക് ടോപ്പ് സ്റ്റാറായി. നമ്മൾ ഉണ്ണിമുഖൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കാര്യമുള്ള ആളാണ്, BJP അനുഭാവിയാണ്, നല്ല ദേശീയവാദിയാണ്. പക്ഷേ അയാൾ സംസാരിച്ച് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഭാര്യയെന്ന് ഞാൻ ജോലിക്ക് കൂടുമെന്ന് പറഞ്ഞിട്ട്, ജോലിക്ക് പോകുന്നവളായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞണ്ട. അതാണ് അങ്ങനെ പറയാൻ പാടില്ല. കാരണം ജോലിക്ക് പോകുന്നുള്ള ഭാര്യ എന്ന് പറയുന്ന ആളാണ് പിന്നീട് അമ്മയായിട്ട് മാറണത്. മനസ്സിലായോ? അമ്മയെന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കാൻ നമ്മളിപ്പോൾ ഒരു നമ്മുടെ കുട്ടിക്കാലം നമുക്കറിയാലോ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ കുട്ടിക്കാലത്ത് ഇപ്പോൾ നമ്മളൊരു ഓടിയിട്ട് ഒന്ന് വീണ് കഴിഞ്ഞാൽ ഒന്ന് കാലൊന്ന് പൊട്ടി, മുട്ടുകാലൊന്ന് പൊട്ടി, അല്ല മുട്ടുകൈ, അമ്മ എന്നല്ലേ നമ്മൾ വിളിക്കണത്, അപ്പോൾ ഇല്ലേ, അല്ല അപ്പ എന്നല്ലേ വിളിക്കണത്. എന്താ കാര്യം? അതങ്ങനെയാണത്. അമ്മയുടെ കെയർ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണത്. അത് ആ സ്നേഹവും ആ ലാളനയും ആ ഒരു ഇതും അത് കിട്ടേണ്ട പ്രായമുണ്ട്. ആ പ്രായത്തിൽ അമ്മയുടെ കെയറും സ്നേഹവും മക്കൾക്ക് കിട്ടണം. അത് കിട്ടാത്തത് വലിയൊരു ദാരിദ്ര്യം തന്നെയാണത്. മനസ്സിലായോ?
അത് ഇവിടുത്തെ കുട്ടികൾക്ക് അത് കിട്ടില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഉണ്ണിമുഖം പറഞ്ഞ പോലെ എല്ലാവരും ഭാര്യനെ പണിക്ക് വിടണമെന്നുള്ള ഒരു ഐഡിയ ആണ് എനിക്ക്. ഭാര്യനെ പണിക്ക് വിടാണ്ടിരുന്നു കഴിഞ്ഞാൽ നോക്കൂ, പ്രയോറിറ്റിയാണ്. നമുക്ക് ഒരേ സമയം തന്നെ ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പോൾ ഒന്ന് ചൂസ് ചെയ്യണം, മറ്റൊന്ന് നമ്മൾ അത് ഗീവ് അപ്പ് ചെയ്യേണ്ടി വരും. അത് വേറെ നിവൃത്തിയില്ല നമുക്ക്. അപ്പോൾ മക്കൾക്ക് അമ്മ വേണം, മക്കൾക്ക് അമ്മയുടെ പരിരക്ഷ, അമ്മയുടെ സ്നേഹം, അമ്മയുടെ ലാളന, ഇതൊക്കെ കിട്ടണം കുട്ടികളായിരിക്കുമ്പോൾ. അപ്പോൾ എപ്പോൾ മക്കൾ അമ്മയെന്ന് വിളിച്ചാലും അമ്മ അവിടെ ഉണ്ടാവണം. അല്ലാണ്ട് അമ്മ ഒരു ഓഫീസിലിരുന്ന് ഫയൽ നോക്കണേ ആവാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ വീട്ടമ്മയായിരുന്നു. മനസ്സിലായോ? അതെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉണ്ണിമുഖത്തിനെ പോലുള്ള ആളുകളും പറഞ്ഞു വരുമ്പോൾ ഭാര്യനെ ഇത്രയും കോടിക്കണക്കിന് കാശ് സമ്പാദിക്കുന്നുണ്ട്, എന്നിട്ടും പറഞ്ഞാൽ ഭാര്യനെ ജോലിക്ക് വിടണമെന്ന്. എന്തൊരു കഷ്ടമെന്നറിയോ? അത് ഈ വെള്ളക്കാരുടെ ഇത് കണ്ടിട്ട് ഈ വെള്ളക്കാർ ജീൻസ് ഇടണം, നമ്മുടെ നാട്ടിൽ ജീൻസ് ഇടുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ചെയ്യണ പരിപാടിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദ്രോഹമാണ്. നമ്മൾ നോക്കൂ, നമ്മൾ മക്കൾക്ക് അമ്മയെ കൊടുക്കാതെ, അമ്മയുടെ സ്നേഹം കൊടുക്കാണ്ട് അമ്മനെ ജോലിക്ക് വിട്ട് കാശുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും. പക്ഷേ മക്കൾക്ക് ആ പ്രായത്തിൽ അവർക്ക് അമ്മനെ വേണ്ടേ. അപ്പോൾ അത് കൊടുക്കാതെ, അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്തായി? കാശായി പ്രയോറിറ്റി, മക്കളല്ല പ്രയോറിറ്റി, കാശാണ് പ്രയോറിറ്റി. നോക്കൂ, നമ്മൾ മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്നാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ്? അപ്പന് വലുത് കാശാൻ, ഞാനല്ല വലുത്. അപ്പോൾ അവർ വളർന്നു വരുമ്പോൾ അവരങ്ങനെ തന്നെ ആയിരിക്കും. അവർക്കും കാശായിരിക്കും വലുത്, അപ്പനായിരിക്കില്ല വലുത്, അപ്പനും അമ്മയും ആയിരിക്കില്ല വലുത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്താ പറയുക? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പറയും ഞാൻ യാഥാസ്ഥികനാണ്, പഴഞ്ചനാണ്, ആനയാണ്, പൂനെയാണെന്ന് പറയും. പക്ഷേ സത്യം ഞാൻ പറയുന്നത് തന്നെയാണ് സത്യം. അതായത് ഭാര്യനെ ജോലിക്ക് വിടുന്നവൻ ഊളയാണ്. ഭാര്യനെ ജോലിക്ക് വിടാതെ ഭാര്യയ്ക്കും ചിലവിന് കൊടുക്കാൻ പറ്റണം, മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റണം. അതാണ് ശരിയായ രീതി. ഇനിയിപ്പോൾ കാശ് അല്പം കുറഞ്ഞാലും അല്പം ദാരിദ്ര്യമാണെങ്കിലും, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ അമ്മനെ ജോലിക്ക് വിട്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, ഇടയ്ക്ക് ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ചിലപ്പം ഉപ്പും മുളകായിരിക്കും കഴിക്കാനായിട്ട്, ചോറിന് കറിയൊന്നും ഉണ്ടാവില്ല, വെറും ഉപ്പും മുളക്. മനസ്സിലായോ? പക്ഷെ അതിനെന്താ, ഒരു കുഴപ്പമില്ലല്ലോ, അമ്മയുണ്ടല്ലോ, അതല്ലേ വലുത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എല്ലാം നേടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം എന്താണ് നമ്മുടെ പ്രയോറിറ്റി എന്ന്. അപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ ക്യാഷാണ് പ്രയോറിറ്റി, അല്ലാണ്ട് അമ്മയും അപ്പനും ഒന്നും അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം അൾട്ടിമേറ്റ്ലി ഇതിനെല്ലാം നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത് ക്രിസ്തു മതത്തിനെയാണ് ബ്ലെയിം ചെയ്യേണ്ടത്. ക്രിസ്ത്യാനിറ്റിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലെ സൂത്രധാരൻ. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യേശു ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് എൻ്റെ ഒരുപാട് വീഡിയോസ് ഇതേ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.